ഹായ് ഗൈസ്, മാർക്കറ്റ് മേഷോൻ്റെ പുതിയൊരു ഓർഡർ വിൻ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ ഡേറ്റ് 13th July 2026. സോ റീസെൻറ്റ് ഓർഡർ ബുക്സ് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് കാണാൻ പറ്റിയത് രണ്ട് മേജർ ഓർഡേഴ്സാണ്. അതായത് റീസെൻ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ഈ 3 ദിവസങ്ങളിലെയും കൂടെ ഓർഡർ വിൻസ് ഞാൻ BSEയിലേക്ക് വെബ്സൈറ്റിൽ എടുത്ത് നോക്കി. സോ ഇതിനകത്ത് എനിക്ക് രണ്ട് ഓർഡർ വിൻസാണ് മെയിനായിട്ട് കാണാൻ പറ്റിയത്. അതിലൊരു ഹ്യൂജ് ഓർഡർ വിൻസ് ആയിട്ട് എനിക്ക് തോന്നിയത് അതിലൊന്ന് അയൺ എക്സ്ചേഞ്ച്, അതുപോലെ തന്നെ രണ്ടാമത്തെ കമ്പനിയുടെ പേരാണ് HFCL. സോ അയൺ എക്സ്ചേഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 52.83 മില്യൺ മില്യൻ്റെ ഒരു ഓർഡറാണ് ബാഗ് ചെയ്തിരിക്കുന്നത്. അതും ദാറ്റ് ഈസ് ഇന്ത്യൻ റുപ്പീസിൽ 503 crore rupees എൻ്റെ ഒരു ഓർഡറാണ്. അതൊരു ഹ്യൂജ് ഓർഡർ തന്നെയാണ്. അത് വിത്തിൻ 18 months ആണ് ഇത് എക്സിക്യൂട്ട് ചെയ്യേണ്ട സമയം. സോ നെയിം ഓഫ് ദ ഓർഡർ കോൺട്രാക്ട് സപ്ലൈ ഓഫ് ഫിൽട്രേഷൻ യൂണിറ്റ്. സോ ബേസിക്കലി വാട്ടർ ഫിൽട്രേഷൻ യൂണിറ്റ് ആണ് ഇത് സപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഈ കമ്പനി ഈ ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ സപ്ലൈ ചെയ്യുന്നത്. സോ ഇതൊരു ഹ്യൂജ് ഓർഡറാണ്, ഇൻ്റർനാഷണൽ ഓർഡറാണ്. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര കമ്പനി സ്പെസിഫിക്കലി ഇത് വളരെയധികം റവന്യൂ വിസിബിലിറ്റി കമ്പനിക്ക് കൊടുക്കുന്ന ഓർഡറാണ്. കഴിഞ്ഞ Q4 ക്വാർട്ടർ ചെറിയൊരു ഡീഗ്രോത്തിലാണ് കമ്പനി ഉണ്ടായിരുന്നത്. സോ ഇൻവെസ്റ്റർ സെൻറ്റിമെൻറ്റ്സും ഈ ഒരു പെർട്ടിക്കുലർ ഓർഡറിലൂടെ പോസിറ്റീവ് ആവുന്നുണ്ട്. സോ ഒരുപാട് കാര്യങ്ങൾ കമ്പനിയിൽ നടക്കുന്നുണ്ട്. സോ വാച്ച് ഔട്ട് ഫോർ ദിസ് കമ്പനി. അടുത്ത സ്റ്റോക്ക് നമുക്ക് നോക്കാൻ പോകുന്നതാണ് HFCL. സോ HFCL എന്ന് പറഞ്ഞ കമ്പനി ബാഗ് ചെയ്തിരിക്കുന്ന ഓർഡർ ഒരു 495 crore rupees ഓർഡറാണ്. ഇതും വളരെയധികം വലിയൊരു ഹ്യൂജ് ഓർഡറാണ്. അതുപോലെ ഈ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യേണ്ട സമയമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. വിത്തിൻ 5 or 6 months ഈ ഒരു ഓർഡർ എക്സിക്യൂട്ട് ചെയ്യണം. സോ ദാറ്റ് ഓൾസോ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു 5-6 കൊല്ലത്തെ ഓർഡർ അല്ലത്, ഒരു 4-5 മാസത്തെ ഓർഡറാണ് കൊടുത്തിരിക്കുന്നത്. സോ അതും നിങ്ങളുടെ മനസ്സിലുണ്ടായിക്കോട്ടെ. വളരെ ഒരു നല്ലൊരു ഓർഡർ ക്വാളിറ്റിയാണ് അതും. വീണ്ടും ഇത് എന്തിനാണ് ഈ ഒരു ഓർഡർ നമുക്ക് കിട്ടിയിരിക്കുന്നത്? ഇത് സപ്ലൈ ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ ബേസ്ഡ് ഡേറ്റാ സെൻറ്റർ കണക്ടിവിറ്റി സൊല്യൂഷൻ ആസ് പെർ കസ്റ്റമർ സ്പെസിഫിക്കേഷൻ. സോ ബേസിക്കലി ഡേറ്റാ സെൻറ്റർ കണക്ടിവിറ്റിക്ക് വേണ്ടിയുള്ള ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ സപ്ലൈക്കാണ് ഈ ഒരു ഓർഡർ കിട്ടിയിരിക്കുന്നത്. സോ വീണ്ടും ഇതൊരു AI തീമുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓർഡറാണ്. സോ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ എന്ന സംഭവം AI എന്നൊരു ടെക്കിന് ഏറ്റവും കൂടുതൽ അത്യാവശ്യമാണ്, അല്ലെങ്കിൽ AI ഇൻഫ്രാസ്ട്രക്ചർ പ്ലേയിൽ വരുന്നൊരു കാര്യമാണ്. സോ വീണ്ടും HFCL വീണ്ടും നല്ല ഓർഡറുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ HFCL എന്ന കമ്പനി നമ്മൾ കീനായിട്ട് തന്നെ വാച്ച് ചെയ്യണം. സോ നമുക്ക് ഈ ഒരു കമ്പനിയെ നമുക്ക് ചാർട്ടിലൊന്ന് പോയി നോക്കി നോക്കാം എന്താണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചറും കാര്യങ്ങളും എന്നൊക്കെ. സോ HFCL എന്ന് പറഞ്ഞ കമ്പനി നമുക്ക് ചാർട്ടിൽ വന്ന് നോക്കുകയാണെങ്കിൽ ഇത് റീസെൻറ്റ് ഓർഡറാണ് 495 crore. ഞാനിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതിന് മുന്നേ ഓർഡർ ഫ്ലോസ് നോക്കി നോക്കൂ. 10,000 crore ഒരു ഓർഡർ, 1366 ഓർഡർ, ഇതിന് ശേഷം സ്ട്രോങ് ഒരു അപ് ട്രെൻഡ്. ഈ അപ് ട്രെൻഡ് പോകുന്നതിൻ്റെ ഒപ്പം തന്നെ ഓരോരോ ഓർഡർ, ചെറിയ ഓർഡർ 83 crore, 106 crore, 183 crore, 135 crore എന്നുള്ള ഓർഡേഴ്സ് വന്ന് കിട്ടിക്കൊണ്ടേയിരുന്നു. എന്നിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 493 crore ഒരു ഓർഡറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് HFCL. അതുപോലെ തന്നെ HFCL ഒരു 5% സർക്യൂട്ടിലേക്ക് പോയിരുന്ന സ്റ്റോക്കാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പിന്നെ 5% സർക്യൂട്ടിന് പോയതിനു ശേഷം അധികം ട്രേഡ് ചെയ്യാൻ കാര്യങ്ങളും ശ്രമിക്കാത്തത്. പക്ഷേ സ്റ്റിൽ ഈ ഒരു 495 crore ഒരു ഓർഡർ എന്ന് പറയുമ്പോൾ വീണ്ടും ഓർഡർ ഇൻഫ്ലോ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കമ്പനിക്ക്, സ്റ്റോപ്പ് ആവുന്നില്ല. സോ അതൊരു പോസിറ്റീവ് സിനാരിയോ തന്നെയാണ്, ഈവൻ തോ ഇതൊരു 5% സർക്യൂട്ട് സ്റ്റോക്ക് ആണെങ്കിൽ കൂടി. അതുപോലെ തന്നെ റീസെൻറ്റ് ക്വാർട്ടറിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ എക്സ്ട്രീംലി ഗുഡാണ്. 1.2 ആണ് EPS. ലാസ്റ്റ് 4 quarters കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് എക്സ്ട്രീംലി ബിഗ് നമ്പറാണ്. ഇയർ ഓൺ ഇയർ ചേഞ്ച് 314%, ക്വാർട്ടർ ഓൺ ക്വാർട്ടർ 81% ആണ് കേട്ടിരിക്കുന്നത് ആണുള്ളത്. PE വെറും 31.9 മാത്രമാണ്. പക്ഷേ ഒരു ഗ്രോത്ത് ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം PE വലിയ നമ്പർ അല്ല. PE എന്ന നമ്പർ നമ്മൾ നോക്കാനേ വളരെ സ്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതും റീസെൻറ്റ് ഒരു 31.9 എന്ന് പറഞ്ഞ നമ്പർ ഒരു എക്സ്ട്രീംലി ബിഗ് PE നമ്പർ അല്ല. അറ്റ്ലീസ്റ്റ് ബിലോ 50 ആണെങ്കിൽ ഒരു ഗ്രോത്ത് ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം വി ക്യാൻ ഗോ ഇൻ ഇൻവെസ്റ്റ് ഇൻ ലൈക്ക് എനിത്തിങ്. സോ അതും നല്ല നമ്പറാണ്. പിന്നെ ഒബ്വിയസ്ലി സെക്ടർ ഓർ തീം എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു തീമാണ് HFCL നിൽക്കുന്നത്, വിച്ച് ഈസ് AI ഇൻഫ്രാസ്ട്രക്ചർ. സോ എല്ലാം കൊണ്ടും ഈ ഒരു കമ്പനി ഐ തിങ്ക് ഈസ് ബൗണ്ട് ടു ഡു വെൽ. സോ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റിയൊരു കമ്പനിയാണ് നമുക്കൊരു സ്ട്രോങ് ബുൾ മാർക്കറ്റ് വരികയാണെങ്കിൽ. സോ അതാണ് HFCLൻ്റെ സ്റ്റാർട്ട്. സോ അയൺ എക്സ്ചേഞ്ചിലേക്ക് വരികയാണെങ്കിൽ അതൊരു വേറെ സ്റ്റോറിയാണ്. സോ അയൺ എക്സ്ചേഞ്ച് ഒരു ഡീപ്പ് ഡൗൺ ട്രെൻഡിലുള്ളൊരു കമ്പനിയാണ്. സോ ഫ്രം ദ ടോപ്പ്
നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു 56% കറക്ഷനിൽ നിൽക്കുന്നൊരു കമ്പനിയാണ്. സോ ഓൾറെഡി റവന്യൂ വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ കുറവുള്ളൊരു കമ്പനിയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുക ലാസ്റ്റ് ക്വാർട്ടർ ഭയങ്കര സ്ലോ ആയിരുന്നു. സോ 4.2 നിന്ന് നേരെ 1.7 പോയത്. അല്ലെങ്കിൽ ഇപ്പോൾ ക്വാർട്ടർ സെയിം ക്വാർട്ടർ നമ്മൾ ഡിസംബർ ക്വാർട്ടേഴ്സും തമ്മിൽ നമ്മൾ താരതമ്യം ചെയ്യുകയാണെങ്കിൽ 4.1 നിന്ന് 1.7 EPS കൂപ്പൂത്തിയത്. പക്ഷേ ഈ ഒരു ക്വാർട്ടറിൽ നല്ല റവന്യൂ വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. കാരണം ഓൾറെഡി ഈ ഒരു 5 ബിക്കോസ് ഓഫ് ദിസ് 503 crore ഓർഡർ വാല്യൂ, റൈറ്റ്. സോ അത് നല്ലൊരു കാര്യമാണ് ഈ ഒരു കമ്പനിക്ക്. ചെറിയ PE ഉള്ളൊരു കമ്പനിയാണ്. പക്ഷേ ആസ് എ സ്വിംഗ് ട്രേഡർ നമുക്ക് ചിലപ്പോൾ ഇവിടെ ഒന്നും ട്രേഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കാരണം ഇതൊരു ഡൗൺ ട്രെൻഡിലുള്ള സ്റ്റോക്കാണ്. സോ അറ്റ്ലീസ്റ്റ് ഇതൊരു 1 മന്തിലേക്ക് 200 പീരീഡ് മൂവിങ് ആവറേജിന് മുകളിൽ, അപ് ട്രെൻഡിങ് 200 പീരീഡ് മൂവിങ് ആവറേജിന് മുകളിലേക്ക് വന്ന് സസ്റ്റെയിൻ ചെയ്ത് ഇങ്ങനെ ഒരു നല്ലൊരു പ്രൈസ് ആക്ഷൻ തന്ന് ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോക്കാം, റൈറ്റ്. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് ഈ ഒരു സ്റ്റോക്കിന് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ വെക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. കാരണം ഇനിയും വരുന്ന ദിവസങ്ങളിൽ ഫർദർ ഓർഡർ ഫ്ലോസും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ ഒരു എക്സ്ട്രീം മൂവറായിട്ട് മാറാം അല്ലേ. പിന്നെ ഇത് അയൺ എക്സ്ചേഞ്ച് ഇനി കിട്ടിയിരിക്കുന്ന ഓർഡർ എന്തിനാണ്? വാട്ടർ ഫിൽറ്റർ പാർട്സ് കൊടുക്കാനാണ്. ബേസിക്കലി ഒരു സൗത്ത് കൊറിയൻ കമ്പനി ഹ്യൂണ്ടായി എന്ന സൗത്ത് കൊറിയൻ കമ്പനി അതിൻ്റെ എനിക്ക് തോന്നുന്നു മിഡിൽ ഈസ്റ്റിലെ ഒരു രാജ്യത്തിലേക്ക്, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് നടക്കുന്ന ഒരു പ്രൊജക്റ്റിലേക്ക് വേണ്ട ഒരു വാട്ടർ ഫിൽറ്റർ യൂണിറ്റ്സിൻ്റെ ഒരു ഓർഡറാണ് അയൺ എക്സ്ചേഞ്ച് കിട്ടിയിരിക്കുന്നത്. സോ അതുപോലെ തന്നെ വാട്ടർ എന്ന തീം ഒരുപാട് നല്ല രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ വാട്ടർ തീമിലുള്ള സ്റ്റോക്സിനെയും നമുക്ക് നല്ല രീതിയിൽ ഈ വാട്ടർ പ്യൂരിഫിക്കേഷൻ അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളുള്ള സ്റ്റോക്സിനെ നമുക്ക് നല്ല രീതിയിൽ വാച്ച് ചെയ്യാം. സോ വാട്ടർ റിലേറ്റഡ് സ്റ്റോക്സ് അല്ലെങ്കിൽ വാട്ടർ തീമിലുള്ള സ്റ്റോക്സ് ഏതൊക്കെയാണ് നിങ്ങൾ ചാറ്റ് GPT ചോദിച്ചാൽ ചാറ്റ് GPT പറഞ്ഞു തരും. സോ ബേസിക്കലി ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ രണ്ട് സ്റ്റോക്കുകളും തീം റിലേറ്റഡ് സ്റ്റോക്സാണ്. ഒന്ന് വാട്ടർ, രണ്ടാമത്തത് AI. സോ രണ്ടും വളരെയധികം ഇൻ പ്ലേ തീമിലുള്ള സ്റ്റോക്സാണ്. അതുകൊണ്ട് തന്നെ ഇവ രണ്ടും നമ്മൾ സ്ട്രോങ് ആയിട്ട് വാച്ച് ചെയ്യണം. ഇതിൻ്റെ അർത്ഥം നാളെ പോയി മേടിക്കണം എന്നല്ല. പക്ഷേ നല്ല കൺസോൾട്ടേഷൻ നല്ല കാര്യങ്ങളൊക്കെ കിട്ടിയാണ് നല്ല ബുൾ മാർക്കറ്റ് ഇന്ത്യയിൽ വരിക എന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവാം എന്നാണ് ഭാവിയിൽ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. ബൈ.